വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണെന്ന് കുടുംബം. വിദ്യാർത്ഥികൾ ചേർന്ന് സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയെന്നാണ് ആരോപണം. കോളേജ് അധികൃതർ സംഭവം മൂടിവെച്ചുവെന്നും പിതാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം ADGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 18-ാം തീയതിയാണ് വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ 2ാം വർഷ വെറ്റിനറി സയൻസ് ബിരുദ വിദ്യാർത്ഥിയും തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയുമായ സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ബാത്റൂമിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ആത്മഹത്യയെന്നായിരുന്നു പ്രാഥമിക നിഗമനം. കഴിഞ്ഞ വാലന്റൈൻസ് ദിനത്തിൽ കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും സുഹൃത്തുക്കളും സീനിയേഴ്സും ചേർന്നാണ് സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കിയതെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. കോളേജുമായിട്ടുള്ള ഇഷ്യൂ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് റൂമിലോട്ട് വിളിച്ചുകൊണ്ട് പോയി. അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരുടെ കുറച്ച് സീനിയേഴ്സും കൂടെ അവന് ബാത്റൂമിൽ കൊണ്ട് കെട്ടിത്തൂക്കി. തോർത്ത് അറിയില്ല, അവരുടെ ഫ്രണ്ട്സും 13 പേർ അടങ്ങുന്ന സഹപാഠികൾ ചേർന്ന് സിദ്ധാർത്ഥനെ മർദ്ദിച്ചു. മറ്റൊരു വിദ്യാർത്ഥിയാണ് കുടുംബത്തെ മരണവിവരം അറിയിച്ചതെന്നും കോളേജ് അധികൃതരുടെ ഭീഷണിയെ തുടർന്നാണ് സത്യം വിദ്യാർത്ഥികൾ പുറത്തു പറയാത്തതെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് പ്രതികരിച്ചു. നമ്മൾ എല്ലാവരും ചോദിച്ചു, എന്താ മക്കളെ സംഭവിച്ചത്, എന്താ മക്കളെ സഹിച്ചത്, നിങ്ങൾ പറ. ആരും ഒന്നും പറയില്ല. മാനേജ്മെന്റിന് എല്ലാം അറിയാം. ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ഒന്നുള്ളത് അതിന്റെ മാനേജ്മെന്റിന് DN എല്ലാവർക്കും അറിയാം. അവരെല്ലാം ഭീഷണിപ്പെട്ട് നിർത്തിക്കുകയാണ്. എല്ലായിടത്തും ചോദിച്ചു, മാറി ചോദിച്ചു. എല്ലാവരും വായിന്നും ഒറ്റ ആൻസർ മാത്രമേ പറഞ്ഞോളൂ. പറഞ്ഞ് പഠിപ്പിച്ച മാതിരി എല്ലാവരും കരയണം, എല്ലാവരും ശരിയാണ്, അവർക്ക് വിഷമമുണ്ട്. അറിഞ്ഞുകൂടാ, പറ്റിപ്പോയി. മകന്റെ മരണത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ADGP അജിത് കുമാറിന് പരാതി നൽകിയിരിക്കുകയാണ് സിദ്ധാർത്ഥന്റെ കുടുംബം. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട്. കുടുംബത്തിന്റെ പരാതിയിൽ 12 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ദീപക് മോഹൻ വിശദാംശങ്ങളുമായി. ദീപക്, വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ്. മനസ്സിനെ വിഷമിപ്പിക്കുന്നു ഈ വാർത്ത. എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? നികേഷ്, 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം സ്വദേശി സിദ്ധാർത്ഥൻ കഴിഞ്ഞ 18-ാം തീയതിയാണ് മരിച്ചു എന്ന് ഉച്ചയ്ക്ക് 2:30 വീട്ടുകാർ വിവരം അറിയിച്ചത്. തുടർന്നാണ് വീട്ടുകാർ സ്ഥലത്തെത്തിയത്. അപ്പോൾ മുതൽ ഈ വീട്ടുകാർക്ക് ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു ദുരൂഹത സംശയിച്ചിരുന്നു. അന്നവർ ഇതുമായി ബന്ധപ്പെട്ട് വൈത്തിരി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇപ്പോൾ ഈ വൈത്തിരി പോലീസ് കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ട് കോളേജ് അധികൃതരാണ് ഇപ്പോൾ 12 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും അഖിൽ, കാശിനാഥൻ, അമീൻ അക്ബർ അലി, അരുൺ കെ, സിൻജോ ജോൺസൺ, ആസിഫ് ഖാൻ, അമൽ ഇഹ്സാൻ, അജയ് ജെ, സൗദ് റിസാൽ, അൽതാഫ്, ആദിത്യൻ, മുഹമ്മദ് ഡാനിഷ് എന്നീ 12 വിദ്യാർത്ഥികളെയാണ് കോളേജ് ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവർ റാഗിംഗ് ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ റാഗിംഗ് ചെയ്തിട്ടുണ്ട് എന്നാണ് കോളേജിന് ലഭിച്ച വിവരം. അതോടൊപ്പം നേരത്തെ ഈ സിദ്ധാർത്ഥന്റെ പിതാവ് നമ്മളോട് പ്രതികരിച്ചിരുന്നു. കോളേജിന്റെ ഭാഗത്തുനിന്ന്, കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഒപ്പം ഡീനിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള അനാസ്ഥയുണ്ടായി. അവരുടെ ഈ സംഭവം അവർ മൂടിവെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇതിനെ തുടർന്നാണ് സിദ്ധാർത്ഥൻ മരിച്ച വിവരം കൃത്യമായി ഈ കുടുംബത്തെ അറിയിച്ചില്ല. മാത്രമല്ല, സിദ്ധാർത്ഥൻ മരിച്ച സമയത്ത് കുടുംബത്തെ വിവരം അറിയിക്കുന്നത് കോളേജിലെ മറ്റൊരു വിദ്യാർത്ഥിയാണ് എന്നും പറഞ്ഞു. അന്നു മുതൽ തന്നെ ഈ സിദ്ധാർത്ഥന്റെ കുടുംബാംഗങ്ങൾ വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ട്, തന്റെ മകനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, അന്ന് പോലീസ് ഈ സിദ്ധാർത്ഥന്റെ മൃതദേഹം ഈ കോളേജ് ഹോസ്റ്റലിലെ ബാത്റൂമിൽ കണ്ട സമയത്ത് ബാത്റൂമിന്റെ സൈഡിലുള്ള വെന്റിലേഷൻ കമ്പിയിൽ കാവിമുണ്ടിൽ കുരുക്കിയ നിലയിലായിരുന്നു സിദ്ധാർത്ഥൻ തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. ഒരാൾക്ക് ഒരു കാരണവശാലും സ്വയം അങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാഹചര്യമല്ലെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനമുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് വരെ സിദ്ധാർത്ഥന്റെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. പക്ഷേ പോലീസ് സർജൻ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ പോലീസ് സർജൻ പ്രാഥമികമായി സിദ്ധാർത്ഥന് മർദ്ദനമേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് പോലീസുകാർക്ക് കൂടുതൽ നിർദ്ദേശം നൽകിയതും ഇപ്പോൾ ഈ 12 പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും. ഏതായാലും ഈ 12 ആളുകളും കോളേജ് യൂണിയൻ ഭാരവാഹികളാണ്. ദീപക്